ഇതെന്താ ക്ലാസ് വിടാനായല്ലോ, പിന്നെ എന്തിനാ മിസ് ഇപ്പൊ വന്നേ? എന്തെങ്കിലും കാര്യം പറയാണ്ടാവൂ. ആ മക്കളെ, ഞാനിപ്പോ വന്നത് പഠിപ്പെടുക്കാനൊന്നും കേട്ടോ. നിങ്ങൾ നാളെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പറും അച്ഛൻ്റെ അമ്മേന്റെ പേരൊക്കെ എഴുതി കൊണ്ടുവരണം കേട്ടോ. നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. നാളെ എന്തായാലും മറക്കാതെ കൊണ്ടുവരണം കേട്ടോ. എന്നാ ശരി, നാളെ നമുക്ക് കാണാം. ഓക്കേടാ. അവള് പോകുന്ന പെട്ടെന്ന് വായോ. എന്റെ നേക്ക് ഇത്ര ധൃതി? എന്ത് ധൃതി? ഒന്ന് പെട്ടെന്ന് വന്നേ, കുറെ നേരായി സംസാരിക്കുന്ന. എനിക്ക് പോയിട്ട് കുറെ പഠിക്കാനുള്ളതാ. നീ അതെന്താ, എനിക്ക് പഠിച്ചൂടെ? ശരി ശരി, നടക്ക. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? പെട്ടെന്ന് വിളിച്ചാ വരണം, അല്ലാതെ ഇങ്ങനെ കുറെ നേരം വൈകിട്ടുണ്ട്. നിനക്ക് നേരത്തിന് വിലയില്ല വിചാരിച്ചിട്ട് എന്താടാ നിനക്ക് പറ്റിയത്? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാതെ. പോണു. ഞാനും വരുന്നു. നിങ്ങള് ഈ വഴിയാണോ? അതെ. അപ്പൊ നിങ്ങളുടെ വീട് എവിടെ? ആ, കുറച്ചൊക്കെ പോണം. ഓ, എന്നാലും ഇവന് നിനക്ക് ആ പെണ്ണിനെ പരിചയമുണ്ടോ? ആ, ഉണ്ടല്ലോ. എങ്ങനെ പരിചയം? എന്റെ ക്ലാസ്സിലാ പഠിക്കുന്നേ. വലിയ കാര്യായി പോയി. അല്ലാതെ എന്ത് ഞാൻ പറയാ? അല്ല, നിനക്കിപ്പോ എന്താ സമയത്തിന് വില ഇല്ലേ? ഫോണോ? നീ എന്താ ഫോണ് കേട്ടിട്ടില്ലേ? ഞാൻ കൊണ്ടുവരെന്ന് വെച്ചാല് എനിക്ക് പേടിയടാ. എന്റെ പൊന്നു മോനെ, ഒന്ന് കൊണ്ടുവാ. വെറുതെ ആ സ്കൂളിൽ പോയിട്ട് ഒരു രസമില്ല. അതിന്റെ ഇടയിൽ നമുക്ക് ഗെയിം കളിക്കാം. ഞാൻ കൊണ്ടുവരണ്ട ഫോണ്. എന്നാ കുഴപ്പമില്ല, കൊണ്ടുവരാം. ഇതാ ഫോണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്ലാസ്സിൽ ആരും അറിയാൻ പാടില്ല കേട്ടോ. എന്താ ഇന്ന് നേരം വൈകിയത്? എന്നും നീയല്ലേ നേരം വൈകി വരാറ്. ഇന്ന് ഞാൻ വെറൈറ്റിക്ക് പഠിക്കാൻ വിചാരിച്ചു. വലിയ കാര്യം. അത് പിന്നെ ഞാൻ വരാൻ നേരത്താ ഓർത്തത്. എന്തടി, നമ്മളോട് മിസ് പറഞ്ഞില്ലായിരുന്നോ നാളെ വരുമ്പോ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവരണമെന്ന്? ഞാനത് എഴുതി എടുത്തിട്ടില്ലായിരുന്നോ? പിന്നെ പേനയും കാണുന്നില്ല, നോട്ടും കാണുന്നില്ല. അങ്ങനെ എല്ലാം കൂടി തെരഞ്ഞു വന്നപ്പോഴേക്കും സമയം കുറയായി. നമ്മളൊക്കെ ക്ലാസ്സിൽ വന്നതിന് ശേഷം 2 പേനയുണ്ടോ ചോദിച്ചെടുക്കാറല്ലേ പതിവ്. അങ്ങനെ നേരം വൈകിയത്. അയ്യോ, ഞാനത് എഴുതി എടുത്തിട്ടില്ലായിരുന്നു. നീ പെട്ടെന്ന് പേനയും ബുക്കൊക്കെ എടുത്ത് ഞാനൊന്ന് എഴുതി എടുക്കട്ടെ. വെറുതെ എന്തിനാ ഫസ്റ്റ് ഇംപ്രഷൻ എന്നെ വെറുതെ കൊളാക്കുന്നേ? അതുകൊണ്ടാ ഞാൻ ഇന്ന് നേരത്തെ തന്നെ എഴുതി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ സ്വഭാവം ടീച്ചർ നേരത്തെ തന്നെ അറിയണ്ട. പേപ്പർ എല്ലാം കറക്റ്റ് ആണോ നോക്ക്. ഫോൺ നമ്പർ ഒക്കെ. പോയി. നീ എന്താ പണി കാണിച്ചത്? എടി, ഞാനത് വെറുതെ തലക്കെന്ന് തരലായിരിക്കും. ഞാൻ എന്റെ ഡീറ്റെയിൽസ് എഴുതിയ പേപ്പർ ആയിരുന്നു അത്. അയ്യേ, ഇതിനാണ് ഇത്ര പേടിക്കുന്നേ. അത് വേറെ പേപ്പറിൽ എഴുതിക്കോ. പ്രോബ്ലം സോൾവ്ഡ്. എടി മണ്ടി, അത് ഏതൊരു ബോയിന്റെ ബാഗിലെ വീണത്. അതിനെന്താന്നോ? എടി, എന്റെ ഫോൺ നമ്പർ ഉണ്ട് അതില്. സംസാരം കേട്ടതോന്നു നീ വല്ല പ്രധാനമന്ത്രിന്റെ മോളാന്ന്. ഒന്ന് പോടി. ഞാൻ ഒരു കാര്യം പറയാം. ആ പേപ്പർ അങ്ങനെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ നിങ്ങളെ 2 പേര് ശരിയാക്കോ. വാട്ട്? ഏതൊരു പോയി നിനക്ക് അറിയാൻ പാടില്ല. അവനത് കണ്ട് വായിക്കുന്നു, അവനത് വലിച്ചറിയുന്നു, അത്ര തന്നെ. പറയാൻ പറ്റില്ല. ആ നമ്പറിൽ അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചാലോ? അതെന്റെ അച്ഛന്റെ നമ്പർ അടി. ഒന്ന് പോടി ഇവിടുന്ന്. നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിക്കോളൂ. അല്ല, ഏത് ബോയ്ഡാന്ന് നിനക്ക് അറിയത്തില്ല? ആ, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ അയ്യോ കിട്ടുന്നില്ലല്ലേ പേരാ, ഹൃത്തിക്. അവന്റെ ബാഗിൽ അത് വീണത്. എനിക്ക് ഉറപ്പാ അവന്റെ ബാഗിൽ അതുണ്ട്. സമാധാനായി. അവന്റെ ബാഗിലാകുമ്പോ നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റും. അവനിങ്ങോട്ട് വരട്ടെ, നമുക്ക് ചോദിച്ചു നോക്കാം ബാഗ് ഒന്ന് തരുമെന്ന്. ഇപ്പൊ തരും കയ്യിലങ്ങ്. അതൊന്നും അവൻ തരാൻ പോകുന്നില്ല. ഇനി ഇത് വല്ല പിടിക്കോ? പിടി കൊടുക്കാതിരുന്നാ പോരെ. ആരും അറിയാൻ പോകുന്നില്ല ഇത്. നീ നിന്റെ ബാഗ് ആർക്കും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നീ നിന്റെ ബാഗ് സൂക്ഷിച്ചാ മതി. അത് ഞാൻ ഏറ്റു. ഈ ഫോണെങ്ങാനും പിടിച്ചണ്ടല്ലോ, തീർന്നു നമ്മള്. ഈ ക്ലാസ്സിലെ പഠിത്തം കൊണ്ട് മനുഷ്യനൊരു എന്റർടൈൻമെന്റ് ഇല്ലെന്നേ. നമുക്കതിനിടയിൽ ഗെയിമൊക്കെ കളിക്കാം. കള്ളം. എന്നാ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാം. നമ്മളത് ആരും അറിയാതെ എടുക്കേണ്ടി വരും. ചീച്ചി, ആരും നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. തന്നില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. അവിടെ എന്താ? നിന്റെ ബാഗ് വേണമായിരുന്നു. അതില് ഒരു സംഭവം വീണിട്ടുണ്ട്. അത് ഞാൻ എടുക്കണം. വാട്ട്? ഞാൻ ഇപ്പഴേ വന്നതുള്ളൂ. അപ്പോഴേക്കും എന്ത് സംഭവത്തിൽ വീഴാന്? ഒന്ന് പോവിടുന്ന. അയ്യോ, ആ ബാഗ് ഇപ്പൊ തരാം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തരാമേ. അയ്യോ, ഈ ബാഗിൽ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾ അറിയണ്ട.
ഇത് വലിയ കഷ്ടായല്ലോ. ഞങ്ങൾ ഇപ്പൊ തരാനേ. വല്ല സ്വർണ്ണമൊന്നുമല്ലല്ലോ. ഇപ്പൊ തരാം. തരാൻ പറ്റത്തില്ല. അയ്യോ പ്ലീസ് ഹൃതിക്, നമ്മളൊക്കെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ. ഞാന് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് തരാനേ. നിനക്കൊക്കെ ഈ ബാഗിലെ ഫോൺ വേണമായിരിക്കോ? അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ നാടകം കളിക്കുന്നത്. പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. എന്ത് സ്വഭാവം ഇത്? നമുക്ക് ഇവള് പറഞ്ഞ പോലെ കട്ടെടുക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഡീറ്റെയിൽസ് എഴുതി കൊണ്ടുവരാനായിട്ട്? അതെല്ലാരും തന്നെ. നീ എഴുതി കൊണ്ടുവന്നോ? ഞാൻ ഇന്നലെ വാട്സപ്പ് ചെയ്തു. ഞാനും. എന്നാ ഞാനിന്ന് വാട്സപ്പ് ചെയ്യാം. എന്നെ കൊണ്ടൊന്നും വയ്യ ഈ പേപ്പറിൽ എഴുതിയെടുക്കാന്. ഹൃതിക്, എവിടെ നിന്റെ ഡീറ്റെയിൽസ്? അത് മാം, ഞാൻ ഇന്ന് വൈകുന്നേരം അയക്കാം. എന്ത് ഹൃതിക് ഇത്? ഇത്ര നിസ്സാരമുള്ള കാര്യം നിനക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? മിസ്സി, ഞാൻ മറന്നതാ. ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ഞാൻ വാട്സപ്പ് അയക്കാം. ഷോ, ആദ്യം ഒരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് അതങ്ങ് എഴുതിക്കാണ്ട് ഇപ്പൊ തന്നെ തന്നേക്ക്. അതിന് പേപ്പറും പേനയും ഇട്ടിട്ട് വേണ്ടേ? ഞാൻ ഇന്റർവെല്ലിന് തരാം മിസ്സേ. ശരി ശരി. നീക്ക് എങ്ങനെയാണാവോ ഈ +1 മുഴുവൻ പൂർത്തിയാക്കാൻ പോകുന്നത്? എടി, എനിക്ക് പേടിയാവുന്ന. എന്തിനാടി? ഹൃതിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് അയക്കോ? ഒന്ന് പൊയ്ക്ക് അവിടുന്ന്. നിർത്ത്. എടി, എന്റെ അച്ഛന്റെ നമ്പർ ആടിയത്. എനക്കറിയൂലേ എന്റെ അച്ഛനെ പറ്റി? അറിയാം. അറിയാം. നമുക്ക് ഇന്റർവെല്ലിന്റെ സമയത്ത് ചെയ്യാം. അവന്റെ ഡീറ്റെയിൽസ് സെറ്റ് ടീച്ചർ എടുത്ത് പോകുമ്പോ അവനും ഇവിടെ ഉണ്ടാവില്ലല്ലോ ക്ലാസ്സില്. അപ്പൊ നമുക്ക് അവന്റെ ബാഗ് ചെക്ക് ചെയ്യാമേ. ശരി. വാട്ട് ഈസ് മാറ്റർ? ആർക്കെങ്കിലും അറിയോ? എവിടെ? അതൊന്നും അറിയില്ല. മാസം ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് ഉള്ളതിനെയാണ് നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത്. എന്റെ മാറ്റർ ഇതൊന്നുമല്ല. എന്റെ മാറ്റർ ആ പേപ്പർ കിട്ടണമെന്നാ. എടാ, ഇംഗ്ലീഷ് സാർ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഇനി അങ്ങനെ അറിഞ്ഞോ നമ്മൾ ഫോൺ കൊണ്ടുവന്നത്? ഡാ പേടിക്കലേ. സ്ട്രൈറ്റ് ആയിട്ട് പേടിക്കാതെ നോക്ക്. എന്താ സാർ? നാളെ നമ്മൾ ഇംഗ്ലീഷ് എക്സാം നടത്തുന്നുണ്ട്. സാറേ, അതിന് ക്ലാസ് തുടങ്ങിയില്ലല്ലോ. നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഗ്രാമറും കാര്യങ്ങളൊക്കെ അറിയണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ക്ലാസ് ടെസ്റ്റ്, അത്രേ ഉള്ളൂ. സമാധാനായി. ഇതെന്തോന്ന്? ക്ലാസ് തുടങ്ങിയില്ല, അപ്പോഴേക്കും തുടങ്ങി എക്സാം ഒക്കെ. ദൈവമേ, പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷില് അറിയാന്ന് നോക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ക്ലാസ് ടെസ്റ്റാ. എന്നാലും ഒന്ന് നോക്കി പോരെ ഗ്രാമറൊക്കെ. അവര് പോയി. വാ. ഹലോ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഹൃത്തിക്കിന്റെ ബാഗാണല്ലോ ഇവള് ചെക്ക് ചെയ്യുന്നേ. ഹൃത്തിക്ക് പറഞ്ഞ പോലെ ഇവൾക്കൊരു സംശയമുണ്ടോ? ടീച്ചറോട് പറഞ്ഞു കൊടുക്കുവോ? ഞങ്ങള് വെറുതെ. നിങ്ങൾക്ക് എന്താ ബോയ്സിന്റെ ബാഗിൽ കാര്യം? അയ്യോ, ഞങ്ങൾ ബാഗ് ചെക്ക് ചെയ്തതല്ല. കള്ളം, ഞാൻ കണ്ടതാ. സോറി, ഞാനൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ. ഇതിനി ഹൃത്തിക്കിനോടൊന്ന് പറയല്ലേ. സോറി. എന്താ അഭിനയം? ശരി. ഹോ, ഞാനിപ്പോ വന്നോണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ മിസ്സിന്റെ അടുത്ത് പോയേനെ. എന്ത്? ആ മറ്റേ ഒരു പെണ്ണില്ലായിരുന്നോ, പേര് റീന, അവളാണ് ഇതൊക്കെ ചെയ്യുന്നേ. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ചിലപ്പോ അവർക്ക് അറിയായിരിക്കും ഇതിൽ ഫോണുള്ളത്. ചിലപ്പോ ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ അവർ ആ ദേഷ്യത്തിന് ടീച്ചറോട് പോയിട്ട് പറയും. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ. ഓക്കെ. നീ അത് ഓർത്ത് വിഷമിക്കല്ലേ. അവൻ ആ നമ്പർ വെച്ച് ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ കൈ കഴുകാൻ പോവാ. നീ വരുന്നുണ്ടോ? നിങ്ങൾ പൊക്കോ. അവര് പോകുമ്പോ ഞാൻ എങ്ങനെങ്കിലും ആ ബാഗ് എടുക്കാൻ ശ്രമിക്കാം. എന്നാ ശരി. ആ റീന പോയിട്ടില്ല. നീ ഇവിടെ ഇരുന്നോ. ഓക്കെ. ഇവരെന്തേ പോവാതെ? അല്ല റീന, നീ എന്താ കൈ കഴുകാൻ പോവാനേ? അയ്യോ, ഞാനതിന് നൂഡിൽസ് ആയിരുന്നു. അപ്പൊ പിന്നെ കൈ കഴുകേണ്ട വിചാരിച്ചു. സ്പൂൺ കൊണ്ടുവന്നിരുന്നോ? നീ എന്താ കൈ കഴുകാൻ പോവാതെ? ഞാനും നൂഡിൽസ് ആയിരുന്നു. അല്ല, എന്തിനാ താനെന്നെ നോക്കുന്നേ? ആകെ ചമ്മി. ഹൃതിക്, അത് ഒന്നുമില്ല. ഇവൾക്കിനി ശരിക്കും അറിയോ എന്റെ ബാഗില് ഫോണുള്ളത്? ഇവൻ പോകുന്ന മട്ടമില്ല. അയ്യോ, എനിക്ക് പേടിയാവുന്നേ. നിനക്ക് പോണെന്നെനിക്ക് നീ ആദ്യം പോയിക്കോ. ഏയ്, അങ്ങനല്ല, നീ ആദ്യം പോയിക്കോ. അത് കുഴപ്പമില്ല ഹൃതിക്, നീ ആദ്യം പോയിക്കോ.
ഞാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം. ഹാ അവതെ പോണു.